ഭിന്നശേഷി കുട്ടികൾ നിങ്ങൾ ആൾറെഡി ഈ മേഖലയിൽ പഠിക്കുന്നതുകൊണ്ട് നിങ്ങളോട് കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. പിന്നെ ഭിന്നശേഷി കുട്ടികളാണ് നമ്മളെങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ പ്രസവിച്ച് കുഞ്ഞ് വന്നാൽ ആ കുഞ്ഞ് ഭിന്നശേഷിയാണ് നമ്മളെ തിരിച്ചറിയും. എങ്ങനെ അറിയാൻ പറ്റുക? ഒന്ന്, മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നോക്കുന്നില്ലെങ്കിൽ, ചിരിക്കേണ്ട കുട്ടി ചിരിക്കേണ്ട സമയമാകുമ്പോൾ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നില്ലെങ്കിൽ, അവിടെ കണ്ടാണ് നമ്മൾ കുട്ടികളുടെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. നോർമലായിട്ടുള്ള കുട്ടികളുടെ ടൈം ആകുമ്പോൾ മുഖത്തേക്ക് നോക്കും, മുഖത്തേക്ക് നോക്കി ചിരിക്കും, അല്ലേ? അവിടെ കണ്ടാണ് ശ്രദ്ധിക്കുക. ഇങ്ങനെ അത് അങ്ങനെയൊന്നും നടക്കാതെ പിന്നെ സംസാരിക്കുന്നതോടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നോ അക്ഷരങ്ങൾ മാത്രം പറയുന്ന കുട്ടികൾ, പൂർണ്ണമായി സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, അതേപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഇങ്ങനെ പല വിധത്തിലും ഭിന്നശേഷിയായി മാറിയ കുട്ടികളുണ്ടാവും. ബുദ്ധിപരമായിട്ട് ഒരുപാട് വീക്കായിരിക്കും, അല്ലേ? ഒരുപാട് പിന്നിലായിരിക്കും. ഇത്തരം കുട്ടികളെ നേരത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 0 to 6 ഞങ്ങൾ പറയാം, പ്രസവിച്ച് 6 വയസ്സിനുള്ളിൽ ഇത്തരം കുട്ടികളെ നമ്മൾ കണ്ടെത്തിയത്, ഈ കുട്ടിക്ക് ഇങ്ങനെ തകരാറുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ആ കുട്ടിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകാൻ, തെറാപ്പികൾ നൽകിയാൽ ആ കുട്ടികളെ നമ്മൾ നോർമൽ കുട്ടികളെ പോലെ ആക്കാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് ചെയ്യണം. ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പറയാം. നേരത്തെ കണ്ടെത്തി ആവശ്യമായ ട്രീറ്റ്മെന്റ് തെറാപ്പികൾ നൽകി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അതിന്റെ സെന്ററാണ് മഞ്ചേരി. കാരണം 4-5ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 160 കുട്ടികളെയാണ് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100-200ഓളം കുട്ടികൾ നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ടായുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഒരു കുട്ടി ഇങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ടായാലും നിങ്ങളെ പോലെ ഇതേപോലെ ഇവിടെ വന്നിരിക്കാൻ കഴിയില്ല പേരന്റിന്, അല്ലേ? കുട്ടിയുടെ കൂടെ നിൽക്കേണ്ടി വരും. ഒരു പരിപാടിക്കും പോകാൻ കഴിയില്ല, കല്യാണത്തിന് പോകാൻ പറ്റില്ല, സർക്കാരിന് പോകാൻ കഴിയില്ല. പേരൻസ് ആ കുട്ടിനെ കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടും. കുട്ടിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ അഭാവം ശരിക്കും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ 5ഓളം ട്രീറ്റ്മെന്റ് ആണ് തെറാപ്പികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 5 തെറാപ്പികളും ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു സ്ഥലം നമുക്കില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തീർത്തും സൗജന്യമായിട്ട് ഇത്തരം കുട്ടികൾക്ക് നമ്മൾ 5ഓളം തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. ഈ കാലയളവിൽ 26 കുട്ടികളെ നമ്മൾ തെറാപ്പി ചെയ്ത് അവരെ നോർമൽ കുട്ടികളാക്കി നമ്മൾ മാറ്റി സാധാരണ സ്കൂളിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇവരെ നോർമൽ കുട്ടികളാക്കി മാറ്റുക എന്നുള്ളത്. 26 കുട്ടികളെ മാറ്റുക എന്നാൽ ആലോചിച്ച് എത്ര കുടുംബമാണ് ഇത് രക്ഷപ്പെട്ട. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പാരൻസ്, ആ കുടുംബം എത്ര സന്തോഷത്തിലേക്ക് നീങ്ങാൻ പറ്റും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് മഞ്ചേരി കേന്ദ്രീകരിച്ചിട്ട് അറൗണ്ട് 40-45ഓളം ആളുകൾ അടങ്ങുന്ന ഒരു ടീം മഞ്ചേരിയിലുള്ള പല ബിസിനസ് മേഖലകളിലും ഉദ്യോഗസ്ഥ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ബാക്കിയുള്ള സമയം പൂർണ്ണമായും ഇലുവിന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്തരം കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ സെന്റർ വന്നിരിക്കുന്നത്. ഇതിന്റെ കീഴിൽ തന്നെ മഞ്ചേരി മാലാങ്കടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ നമുക്ക് 1 ഏക്കറോളം സ്ഥലം സൗജന്യമായിട്ട് നൽകി ബിൽഡിംഗ് പണിയാൻ. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. സ്വന്തമായി ബിൽഡിംഗ് പണിയാൻ വേണ്ടി പിന്നെ സ്ഥലം തന്നു. കാരണം ബിൽഡിങ്ങിന്റെ വർക്ക് നടന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തോടു കൂടി നമ്മൾ ആ ബിൽഡിങ്ങിലേക്ക് നമ്മുടെ സംരംഭം മാറ്റും. അങ്ങനെ സംരംഭം മാറ്റി കഴിഞ്ഞാൽ 1000ഓളം കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗജന്യമായ ഈ ട്രീറ്റ്മെന്റ് തെറാപ്പി നമുക്ക് നൽകാൻ പറ്റും. ഇതാണ് വ്യൂ. ഇതിന് നമ്മൾ ഇത് റൺ ചെയ്യണമെങ്കിൽ മാസത്തിൽ നല്ല സംഖ്യയുടെ ചെലവുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഈ തെറാപ്പിസ്റ്റുകൾക്കൊക്കെ വലിയ സാലറിയാണ്. നല്ല സാലറി കൊടുത്താലേ ഇത്തരം ആളുകളെ കിട്ടുള്ളൂ, നല്ല കഴിവുള്ള ആളുകളെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ ഇറങ്ങാനൊക്കെ ചെലവുണ്ട്. 2.5 ലക്ഷം രൂപയോളം ഇത് റൺ ചെയ്യാൻ ഒരു മാസത്തിൽ സാലറി വിഹിതത്തിന് നമുക്ക് ചെലവുണ്ട്. ഇതെല്ലാം നമ്മൾ പല ആളുകളിൽ നിന്ന് കണ്ട് സ്പോൺസർഷിപ്പ് എടുത്തൊക്കെയാണ് നടത്തുന്നത്. മറ്റൊരു നമ്മൾ നടത്താറുള്ളത്, സംഖ്യ കാണാറുള്ളത്, പായസ ചലഞ്ച് നടത്തില്ല, പാലട ചലഞ്ച് എന്ന് പറയും. അത് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്രാവശ്യം 24-ാം തീയതി പാലട ചലഞ്ച് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ സംരംഭത്തിന്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 ലിറ്റർ പാലട നിങ്ങൾ വാങ്ങിക്കാം. അതിന്റെ പൈസ 200 രൂപ കൊടുത്താൽ നിങ്ങളുടെ ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളിലൂടെ നിങ്ങൾക്ക് മധുരം കഴിക്കാനും പറ്റും, ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് ഇതിലൂടെ സഹായിക്കാനും പറ്റും, ഒരുപാട്
കുടുംബത്തെ സഹായിക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. എന്തായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ. എന്തായാലും നമ്മുടെ നാട് മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കാൻ കാരണം എന്തായാലും ഈ മഞ്ചേരി അതിന് ചുറ്റുപാട്ടുള്ള എല്ലാ ആളുകൾക്കും വീണ്ടും അറിയാം. പൊതുജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം പാർലമെന്റ് ഞങ്ങൾക്ക് റൺ ചെയ്യാനുള്ള സംഖ്യ ഇങ്ങനെ ജനങ്ങൾ നമുക്ക് തരാറുണ്ട്. അപ്പോൾ പൂർണ്ണമായും നിങ്ങളുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചാർജ് ഇവിടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഷൗക്കത്ത് സാഹിബാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ഷണിക്കുന്നു. ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് 5ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് അവിടെ ഇവിടെ എംഎൽഎ റോഡിൽ അങ്കര കോളനിയിൽ വാഴക്കോട് റോഡിൽ കയറിയിട്ട് എംഎൽഎ റോഡാണെങ്കിൽ KFH കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ ഏതാണ്ട് പോകുമ്പോഴാണ് ഞങ്ങൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതൊരു വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ ആ വാടക കെട്ടിടത്തിൽ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കുട്ടികളൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യും. കാരണം ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ മിക്കവാറും ഒരു വീട്ടിലൊരു കുട്ടി പറയുന്നത് അതായത് നമ്മൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മാത്രം 3000 കുട്ടികൾ. ഇപ്പം കേരളത്തിലാണെങ്കിൽ അത് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ഭിന്നശേഷി കുട്ടികൾ. അപ്പോൾ ഈ 3000 കുട്ടികളിൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കുട്ടികൾ മാത്രമല്ല, ഈ ജില്ലയിലെ എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികൾ അവിടെ വരുന്നു. ഇപ്പോൾ മലപ്പുറം കോടൂരിൽ ഒരു ഫാമിലി വരുന്നുണ്ട്. ആ ഫാമിലിയിൽ ആകെ 4 കുട്ടികളാണ്. ആ 4 കുട്ടികളും ഭിന്നശേഷി. അതിൽ 2 കുട്ടികൾ നമ്മുടെ സർക്കാർ 2 കുട്ടികൾ വയസ്സ് കൂടുതൽ. ഒരു കുട്ടിക്ക് 26 വയസ്സും ഒരു കുട്ടിക്ക് 22 വയസ്സും വരുന്നുണ്ട്. അതിന് ശേഷത്തെ 2 കുട്ടികൾ നമ്മുടെ സെന്ററിലുണ്ട്. അതേപോലെ പല ഫാമിലിയുണ്ട്. ഇവിടെ പാലപ്പുറം മംഗലശ്ശേരിയിൽ ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളതിനോട് അടുത്ത് പോകുമ്പോഴേ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുള്ളൂ. എന്താണ് ഒരു കുട്ടി ഭിന്നശേഷി കുട്ടി ഒരു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലെ പാർട്ടിയമ്മ മാത്രമല്ല, ആ ഫാമിലി മൊത്തം അതിൽ ആകെ ആയിരിക്കും. അപ്പോൾ അവരെ എങ്ങനെ നോർമൽ സ്റ്റേജിൽ കൊണ്ടുവരും, അതിന് വേണ്ട തെറാപ്പിയാണ് നമ്മളവിടെ ഉള്ളത്. 8 സ്റ്റാഫാണ് നമ്മളവിടെ ഉള്ളത്. 6 തെറാപ്പിസ്റ്റുകളും പിന്നെ 2 ഓഫീസറാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററും ഒരു ക്ലീനിങ് സ്റ്റാഫും. ഈ 6 തെറാപ്പിസ്റ്റിന് പറഞ്ഞാൽ നമ്മളവിടെ നടക്കുന്ന തെറാപ്പി 1 ഫിസിയോതെറാപ്പി. ഇത് എല്ലാവരും കേൾക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഫിസിയോതെറാപ്പി എന്താണ്. 2ാമത്തെ സ്പീച്ച് തെറാപ്പി, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളെ സംസാരിക്കാൻ പഠിക്കുന്നു. 3ാമത്തത് ഒക്കുപേഷൻ തെറാപ്പി എന്നുള്ളത്. ഈ ഒക്കുപേഷൻ തെറാപ്പിയിലൂടെയാണ് ഈ ഹൈപ്പറുള്ള കുട്ടികളെ ആ ഹൈപ്പർ, അതായത് എവിടെ അടങ്ങിയിരിക്കാതെ അവരോട് ഓടിച്ചാടി നടക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ നോർമൽ സ്റ്റേജിൽ കൊണ്ട് നമ്മൾ ഈ ഒക്കുപേഷൻ തെറാപ്പി കൊടുത്തുകൊണ്ടാണ്. പിന്നെ ഉള്ളത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അതായത് ഈ കുട്ടികളെ സാധാരണ നമുക്ക് ഇവിടെയുള്ള വിളിച്ച് പറയുന്ന മാതിരി എഴുതിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ സ്പെഷ്യലായിട്ട് എങ്ങനെ പഠിപ്പിക്കാം, അതിനാണ് സ്പെഷ്യൽ തെറാപ്പി. പിന്നെ നമുക്കുള്ള സൈക്കോളജിയാണ്, സൈക്കോ തെറാപ്പി. ഈ സൈക്കോ തെറാപ്പി കുട്ടിക്ക് മാത്രം മതിയാവില്ല, ആ ഫാമിലിക്ക് മൊത്തം വേണ്ടി. അതിനോടനുബന്ധിച്ച് കൂടുതൽ അവരെ സിവിലിങ്സ് ഇവർക്കൊക്കെ നമ്മൾ ഈ സൈക്കോ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലേ അവർ ഈ കുട്ടികൾ ശ്രദ്ധിക്കും. ഇത്രയും തെറാപ്പികളാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു തെറാപ്പിസ്റ്റ് 10 സ്ലോട്ട് ചെയ്യും. 10 സ്ലോട്ട് നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പീരിയഡ്സിൽ ഒരു പീരീഡ് ഇത്ര മണിക്കൂർ, അതേപോലെ നമ്മൾ 40 മിനിറ്റിൻ്റെ 10 സ്ലോട്ട് ഓരോ തെറാപ്പി ചെയ്യും അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ മൊത്തം 50 സ്ലോട്ട് ഒരു ദിവസം ഉണ്ട്. അത് 40 മിനിറ്റാണ്. ഈ 40 മിനിറ്റിൽ ഇപ്പോൾ നമുക്ക് കുട്ടികളെ ഭാഗ്യം കൊണ്ട് ഒരു കുട്ടിക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം കൊടുത്തത് കൊണ്ട് കുട്ടിക്ക് ഒന്നും ആവില്ല. കാരണം നമുക്ക് അവിടെ ഒരു മാജിക്കോ ഒന്നുമില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ഈ കുട്ടികളെ റിക്കവറിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ കുട്ടികളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് കഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയവും കുട്ടി ആരുടെ കയ്യിലാണ്? ആ കുടുംബത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ഇൻവോൾവ് ആയാലേ ഈ കുട്ടി നമുക്ക് റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോംവർക്കൊക്കെ തരുന്ന പോലെ നമ്മൾ ആ കുട്ടിയുടെ കൂടെ ഈ പേരൻസിനെ കൂടി ഇരുത്തിക്കൊണ്ടാണ് നമ്മൾ തെറാപ്പി ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഞങ്ങളൊരു പെയ്ഡ് സെന്ററിൽ പോയാൽ ഇപ്പോൾ നമ്മളവിടെ പക്കാ ചാരിറ്റിയാണ്. നമ്മൾ ഈ കുട്ടികളോട് വരുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. ഒരു 5 പൈസ നമ്മൾ ആ കുട്ടികളെടുത്ത് നമ്മൾ അത് പൈസക്കാരാകട്ടെ പൈസക്കാരാകട്ടെ ആരായാലും
നമ്മൾ വാങ്ങുന്നില്ല, അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾ ഈ 40 മിനിറ്റോടൊന്നാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പേരൻസിനെ കൂടെ ഇരുത്തി എന്താണോ ആ തെറാപ്പിസ്റ്റ് ഈ കുട്ടി കൊടുക്കുന്നത് എന്നുള്ളത് ആ പേരൻസ് കണ്ട് പഠിക്കണം. അതേപോലെ ആ പേരൻസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ആ തെറാപ്പിസ്റ്റ് തീർത്തു കൊടുക്കും. എന്നതിന് ശേഷം ഈ ഓരോ കുട്ടികൾക്കും നമ്മൾ ഓരോ ബുക്ക് കൊടുക്കുകയും ഈ ബുക്കിൽ ഈ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ പേരൻസ് അടുത്ത ആഴ്ച വരെ, അടുത്ത തിങ്കളാഴ്ചയുള്ള കുട്ടിയുടെ പിന്നത്തെ തിങ്കളാഴ്ച വരട്ടെ, അതുവരെയുള്ള ദിവസങ്ങളിൽ ഈ എന്താണോ ഇവിടെ ചെയ്ത് വെച്ചാൽ ആ കുട്ടികളെ കൊണ്ട് അത് ചെയ്യുക. അങ്ങനെ അത് ചെയ്യുന്നത് ഓരോ ദിവസം എന്താണോ ചെയ്യുന്നത്, എത്ര സമയം ചെയ്യണമെന്ന് ഡേറ്റ് വെച്ച് ആ ബുക്കിൽ എഴുതിയിരുന്നു. എന്നതിന് ശേഷം ഒരു അടുത്ത ആഴ്ച വരുമ്പോൾ ആദ്യമായിട്ട് ഈ തെറാപ്പിസ്റ്റ് ഈ ബുക്കാണ് നോക്കുന്നത്. ഈ ബുക്ക് നോക്കിയതിന് ശേഷമാണ് അടുത്ത ഈ കുട്ടിക്ക് എന്താണ് മുഴുവൻ തെറാപ്പി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ യൂത്തണലിൽ ഭയങ്കര തണുപ്പ് വരാനുള്ള കാരണം. കാരണം ഇപ്പൊ എല്ലാ സ്ഥലത്തും നിങ്ങൾ പേഡ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ തെറാപ്പിന്റെ പോകുമ്പോൾ ഈ കുട്ടിന്റെ കൂടെ നിങ്ങളെ പേരൻസിനെ കയറ്റുന്നു, പേരൻസിനോട് പുറത്തിരുത്തായിരുന്നു. അപ്പൊ എന്താണ് അതിനുള്ളിൽ കുട്ടിക്ക് കൊടുത്തത് എന്നുള്ളത് ആ കുട്ടിക്കും തെറാപ്പിസ്റ്റിന് മാത്രമല്ല. കുട്ടിക്കും അറിയില്ല തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ആ തെറാപ്പിസ്റ്റ് മാത്രമല്ല. പക്ഷെ നമ്മളവിടെ അങ്ങനെയല്ല. ഇവിടെ സുതാര്യമായിട്ട് പേരൻസിന് ഒരാളല്ല, 2 പേരൻസ്, 2 ആളുണ്ടെങ്കിൽ പേരൻസ് ബാക്കിയും വന്നത് കുട്ടിന്റെ കൂടെ ഉള്ളവർ അവരൊക്കെ കൂടെ നമ്മൾ ഇരിക്കും. എന്നതിന് ശേഷമാണ് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിക്ക് നമുക്കവിടെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് വരാൻ ഒരു കാരണമാണ്. രണ്ടാമത് നമ്മൾ തെറാപ്പി മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ഈ കുട്ടികൾക്ക് വേറെ കുറേ പ്രോഗ്രാമുകളുണ്ട്. ഒന്ന് അവർ നമ്മളൊരു പ്രിപ്പറേറ്ററി സ്കൂൾ എന്ന പരിപാടി. ഇപ്പോൾ ആഫ്സായി പറഞ്ഞു നമ്മൾ 26 കുട്ടികളെ സാധാ സ്കൂളിൽ അയച്ചു. നമ്മൾ വെറുതെ അവിടെ തെറാപ്പി ചെയ്ത് സ്കൂളിൽ അയച്ചതല്ല. ആ സ്കൂളിൽ പോകേണ്ട കുട്ടികളെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 മാസം ഏപ്രിൽ മെയ്, കാരണം ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്. അത് ഏപ്രിൽ മെയ്യിൽ ഈ കുട്ടികൾക്ക് രാവിലെ 9 മണി മുതൽ 5 മണി വരെ സെപ്പറേറ്റ് തെറാപ്പി കൊടുക്കുക. അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പേരൻസിന്, കാരണം ഈ കുട്ടി ആദ്യം സെന്ററിൽ വരുമ്പോൾ കുട്ടിക്ക് ഒന്നും അറിയില്ല, അവർ പല്ലിയേക്കാൻ അറിയില്ല, ബാത്റൂമിൽ പോയാൽ മൂത്ര വയ്ക്കാൻ അറിയില്ല, മൂത്ര വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയില്ല. ഒരാഴ്ച പേരൻസ് കൂടെ നമ്മൾ ഇരുത്തിക്കൊണ്ട് ഈ കുട്ടികൾക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് അവര് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം, അവര് പല്ലിയേക്കാൻ പഠിപ്പിക്കണം, അവര് ബാത്റൂമിൽ പോയാൽ എന്ത് ചെയ്യണം, പാചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ എന്ത് ചോദിച്ചാൽ പേരൻസിനെ മാറ്റിക്കൊണ്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ആ കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യും. അങ്ങനെ അവർ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അവരൊരു 2 മാസം കഴിയുമ്പോൾ ഏതാണ്ട് സാധാ കുട്ടികൾ ആ സ്റ്റേജിലേക്ക് ഒരു 60-70% അവർ വരും. അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാലും നമ്മൾ ഈ തെറാപ്പിസ്റ്റുടെ ജോലി തീരുന്നില്ല. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ചിലപ്പോൾ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കൂടെയുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തെറാപ്പിസ്റ്റുകളെ എല്ലാ മാസവും ഏതൊക്കെ സ്കൂളിലാണോ നമ്മൾ അയച്ച കുട്ടികൾ പഠിക്കുന്നത് വെച്ചാൽ ആ സ്കൂൾ വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സ്റ്റാഫായിട്ടും അവിടുത്തെ PTM ആയിട്ടും അവിടുത്തെ മാനേജ്മെന്റായിട്ടും അവിടുത്തെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അവരെ ഈ തെറാപ്പിസ്റ്റുകൾ അവരായിട്ട് കൺസിഡർ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ വീണ്ടും നമ്മൾ ഒരാഴ്ചയിൽ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ മുതൽ വീണ്ടും നമ്മുടെ സെന്ററിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവർക്ക് തെറാപ്പി അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആ സ്റ്റേജിലേക്ക് തന്നെ വരുത്തിക്കൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് പറഞ്ഞയച്ച് എല്ലാ മാസവും നമ്മുടെ തെറാപ്പിസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്കൂളിൽ പോയി ഈ കുട്ടികളെ ഡെവലപ്മെന്റ് പഠിച്ച് വീണ്ടും എന്താണോ അവർക്ക് ആ സ്റ്റാഫിന് കൊടുക്കേണ്ടതിനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കും. അതേപോലെ PTMA മീറ്റിംഗ് നടക്കുന്ന ആ മീറ്റിംഗിൽ PTMന്റെ മുമ്പിൽ, കാരണം പല പേരൻസും കുട്ടികളെ കംപ്ലൈന്റ് പറഞ്ഞ് അവരെ ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസൊക്കെ കംപ്ലൈന്റ് പറയും ആ കുട്ടി അങ്ങനെയാണെങ്കിൽ. അപ്പൊ അതെന്താണെന്നുള്ളത് ആ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ആ കുട്ടികളെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലെ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പോയ കുട്ടികളെ സ്കൂൾ കണ്ടിന്യൂ, ഈ വർഷം പോയ കുട്ടികളും അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇനി അതിന്റെ പുറമെ ഈ കുട്ടികൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു മാസത്തിലെ ഒരു ശനിയാഴ്ച നമ്മൾ ഇത് കൊടുക്കും, ഇത് പോകും. ഒരു ശനിയാഴ്ച നമ്മൾ ഈ കുട്ടികളെ നമ്മുടെ ബെഞ്ച് മാർക്ക് സ്കൂളിൽ കേൾക്കുകയാണ്. ആ ബെഞ്ച് മാർക്ക് സ്കൂളിലേക്ക് നമ്മുടെ സെന്ററിൽ ടൈപ്പാണ്. അവർക്ക് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ കുട്ടികളെ ബാച്ചാക്കി തിരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ഈ ബെഞ്ച് മാർക്ക് സ്കൂളിൽ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ട് സ്വിമ്മിംഗ് തെറാപ്പി ഉണ്ട്. അപ്പൊ സ്വിമ്മിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് ഏറ്റവും നല്ലൊരു ഇതാണ് ക്രിക്കറ്റ് കുട്ടികൾക്ക്. സാധാരണ ആൾക്കാർക്ക് തന്നെ ആരോഗ്യത്തിന് സ്വിമ്മിംഗ് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് സ്വിമ്മിംഗ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 ശനിയാഴ്ച നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ രാവിലെ മുതൽ ബാച്ചാക്കി തിരിച്ചുകൊണ്ട് നമ്മുടെ സെന്ററിൽ തന്നെ ആ കുട്ടികളെ പേരൻസിനെ കൂടെ ഇരുത്തിക്കൊണ്ട് അവർക്ക്
നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കും. അപ്പൊ ആ ഗ്രൂപ്പ് തെറാപ്പിയിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഫിസിയോ മാത്രം വേണ്ട കുട്ടികളുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ എല്ലാ തെറാപ്പിയും ഈ കുട്ടികൾക്ക് സമയം വെച്ചുകൊണ്ട് പേരൻസ് ആ പേരൻസിനെ കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ആ പേരൻസ് കൂടെ ഇൻവോൾവ് ഈ കുട്ടികൾ മിങ്കിൾ ചെയ്യാൻ പഠിക്കും. കാരണം ഇത്രയും കുട്ടികൾ ഒരു ബാച്ചിൽ 10-20 കുട്ടികളെ വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്രയും കുട്ടികൾ ഒന്നിച്ച് വരുമ്പോൾ അവരെല്ലാം പഴയ കുട്ടികളെ പോലെ തന്നെ സാധാരണ കുട്ടികളെ പോലെ അവർ ഒന്നിച്ച് നീങ്ങാനും ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കും. അതിനാണ് ഗ്രൂപ്പ് തെറാപ്പി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്താൽ ഇപ്പൊ പല കുടുംബങ്ങളും നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പാപ്പാന്റെ കുടുംബം പറയും ഓളെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയിരുന്നത്. ഇപ്പൊ എന്ത് പറയും, നിങ്ങൾ ചെറുപ്പത്തിൽ 4 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്, നിങ്ങളുടെ കുടുംബത്തിലായിരുന്നു പ്രശ്നങ്ങൾ. അങ്ങനെ ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായിരുന്നു. പല ഫാമിലി നമ്മളവിടെ ഒരു സമയത്ത് ഡൈവേഴ്സിന്റെ പക്കത്തെത്തിയ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഓഫീസിൽ നല്ലൊരു പരിപാടി വെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാഫും കമ്മിറ്റി മെമ്പേഴ്സും ഒന്നിച്ച് ഈ വീടുകൾ വിസിറ്റ് ചെയ്യും. അപ്പൊ ഒരു മാസം നമുക്ക് ഒരു 5-6 വീടൊക്കെ ആവും ശേഷം. കാരണം ഒരു വീട്ടിൽ ചെന്നാൽ ചില വീട്ടിൽ ചെന്നാൽ മണിക്കൂർ കണക്കിന് നമ്മൾ ഇരുന്ന് അവർക്ക് കൗൺസിലിംഗ് നടത്തിയാലേ അവർ നമ്മളിത് അടുത്ത് വരും. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ പോണ വീട് നേരത്തെ സെലക്ട് ചെയ്ത് അവരെ ഇൻഫോം ചെയ്തു. അവരെ അടുത്ത കുടുംബക്കാരെയും ആ അയൽവാസികളെയും അംഗൻവാടി ടീച്ചറുണ്ടെങ്കിൽ ആ അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ വിളിക്കാൻ പറ്റും. എന്നതിന് ശേഷം നമ്മളവിടെ ചെന്ന് ഇവരെ എല്ലാവരും ഇരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവര് അതിന് പിന്നെ അതിന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്രയോ ഫാമിലി ഡൈവേഴ്സിന്റെ പക്കത്തെത്തിയ ഫാമിലികളെ നമുക്ക് നന്നാകാൻ പറ്റിയിട്ട് അവരെ പിന്നെ അവർ ചോദിച്ചാൽ പാപ്പ മാത്രമല്ല ഇവരും ബാക്കിയും കൂടി കൂട്ടിയിടുന്നുണ്ട്. കാരണം അവർ ഒന്നിച്ച് കൊണ്ടുവരും. ആ സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റിയ കുറെ ഫാമിലികളുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്ത് അംഗൻവാടിയുടെ ടീച്ചേഴ്സിനെ എന്തിനാ വിളിക്കുന്നത് വെച്ചാൽ പല അംഗൻവാടി ടീച്ചേഴ്സും എന്തൊരു കുട്ടിനെ നമ്മൾ അംഗൻവാടിയെ കൊണ്ട് ചേർത്താൽ അവർ ടീച്ചർ വന്നിട്ട് കുടുംബത്തിൽ പറയും നിങ്ങളാ കുട്ടിനകട്ടായിരുന്നു ഏത് മാസത്തിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. സർക്കാർ റൂൾ പ്രകാരം അംഗൻവാടിയിലുള്ള കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ടീച്ചേഴ്സ് അവരെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ ഈ വീട് അപ്പൊ ആ അംഗൻവാടി ടീച്ചേഴ്സിനോട് നമ്മൾ അവർക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാലേ ഈ വീട്ടിൽ അംഗൻവാടിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഓരോ അതേപോലെ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പുതിയ ഓരോ ഫെസ്റ്റിവൽസ് ഓണാവട്ടെ, പെരുന്നാളാവട്ടെ, റിപ്പബ്ലിക് ഡേ ആവട്ടെ, ബഷീറിന്റെ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളവിടെ ആഘോഷിക്കും. ആ ഓഫീസിന്റെ സമയത്ത് ഈ കുട്ടികൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവര് ആ സ്റ്റേജിലേക്ക് അവർ നന്നായിട്ട് അതേപോലെ തന്നെ നമ്മൾ പുറത്തുള്ള സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ബഡ്ഡീസ് നേതാക്കൾ പറഞ്ഞു അങ്ങോട്ട് വീണ്ടും തമ്മിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ കുട്ടികളെ കൊണ്ട് ആ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോയിട്ട് അവിടെ ടൈപ്പുള്ള കോളേജുകളാണ് യൂണിറ്റി കോളേജ്, ഇവിടെ ജത്തികാര സ്കൂള്, അതേപോലെ ബെഞ്ചിമാരുടെ സ്കൂള്, നോബിൾ സ്കൂള്, പിന്നെ ഓരോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നമ്മുടെ സെൻറ്ററിൽ നിങ്ങൾ ഒരു ദിവസം പറയുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാം. നിങ്ങൾ കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ടാകും, നമ്മളവിടെ പ്രോഗ്രാം ഈ രണ്ടും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ട് അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെ നടത്തുമ്പോൾ നിങ്ങളെയും സാധാരണ കുട്ടികളെയും കുട്ടികളെ മിങ്കിൾ ചെയ്യും. അപ്പൊ അങ്ങോട്ട് പോയിട്ടുള്ള ആ ഒരു കൾച്ചർ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്കൂളിലും കോളേജിലും നമ്മളെ കുട്ടികൾ അങ്ങോട്ട് പോകണം, അവർ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടും ഇവരെ നമ്മൾ ഈ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഈ ഏജിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90-95% കുട്ടികൾ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നതാണ് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത്. ഇതിനൊക്കെ പുറമെ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തൊക്കെയാണോ മെഡിക്കൽ ആവശ്യം, ഏതൊക്കെ ഡോക്ടറുടെ കാണിച്ചാൽ ആ ഡോക്ടർമാർ ഓരോ മാസത്തിൽ ഓരോ ഡോക്ടർമാർ വന്ന് ഈ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവരെ പീഡിയാട്രിഷ്യൻ വരും, PMR വരും, ENT വരും, ഡെന്റൽ ഡോക്ടർ വരും. എല്ലാ ഡോക്ടർമാരും നമ്മുടെ കൂടെ ആ ഡോക്ടർമാരൊക്കെ ഒരു മാസം മാറി ഓരോ ദിവസവും വരുമ്പോൾ ഏത് ആവശ്യമുള്ള കുട്ടികളെ നമ്മൾ ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ഡോക്ടേഴ്സും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന് ഫർദർ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഈ ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ പുറത്തും അവർക്ക് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എന്തും 20 ചോദിക്കും വേറെ സെന്റർ ഉണ്ട് അതുകൊണ്ടാണ് 20 നമുക്ക് ഇത്തിരി തള്ളി വരുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടികളുടെ സമയത്ത് ചെയ്തില്ലെങ്കിൽ അവിടെ ഏതാണ്ട് ഒരു കൊല്ലമായിട്ട് രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന കുട്ടികളെ അവർ കൊടുക്കാൻ പറ്റും. അപ്പൊ അവർ കാലാണ് പോണത്. കാരണം ഈ 6 വയസ്സിന്റെ ഇടയ്ക്ക് ചെയ്താലേ നമുക്ക് റിസൾട്ട് കൊടുക്കും. നമ്മൾ 2 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ രജിസ്റ്റർ ചെയ്ത് കുട്ടിക്ക് നമുക്ക് 4-ാമത്തെ വയസ്സിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്ത ക്രൂരത. അപ്പൊ ആ ക്രൂരത ഒഴിവാക്കാൻ ഇപ്പോഴും നിൽക്കുന്ന സമയത്താണ് ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി നമുക്ക് വേണ്ടി ഒരു സ്ഥലം സൗജന്യമായിട്ട് തരും.
അത് നല്ല സ്ഥലത്ത്, അതായത് ഇപ്പോൾ DFA സ്കൂളിൽ പോകണമെങ്കിൽ DBA ഷട്ടിൽക്കോട്ടിനെ കേട്ടൊന്നും അറിയില്ല, അതിൻ്റെ അടുത്ത് നമുക്കൊരു സ്ഥലത്ത്, അതിൻ്റെ കൂടെ നമ്മൾ 35 സെൻറ്റ് പൈസ കൊടുത്ത് വാങ്ങി അവിടെ നമ്മളിപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണി 2 ഫ്ലോറിൻ്റെ പണി ഏതാണ്ട് തീരാനായി. അപ്പോൾ എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ നമ്മൾ പാസ് ചെലവ് നടത്തിയത് നമ്മുടെ സെൻറ്ററിൻ്റെ ചെലവിലേക്ക്, കാരണം 2 ലക്ഷം റുപ്യ ഞാൻ പറഞ്ഞു വ്യവസായം പറഞ്ഞ ചെലവ് എന്ന് പറഞ്ഞു. കാരണം നല്ല സാലറി കൊടുത്താൽ തന്നെ നമ്മളെ പല തെറാപ്പിസ്റ്റുകളും മാക്സിമം 6 മാസമൊക്കെ എടുക്കുള്ളൂ. പിന്നെ അവർ പുറത്ത് പോകും. കാരണം അവർക്ക് പുറത്ത് പോയാൽ ആരായാലും ഫാമിലി ജീവിതം നോക്കുക, അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് സ്റ്റാർട്ടിങ് തന്നെ 1 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യ ഇങ്ങനെ അവർക്ക് സാലറി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല സാലറി കൊടുത്താലേ ഇത്രയും സമയങ്ങൾ, കാരണം ഈ കേട്ട കുട്ടികളെ പെട്ടെന്ന് ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഒരു 2 മാസം 3 മാസം ആകുമ്പോഴേ ഈ കുട്ടികളും തെറാപ്പിസ്റ്റും തമ്മിലൊരു മിങ്കിളിങ് വരുള്ളൂ. അപ്പോൾ ഇതിനവർ പോകാനായ പിന്നെ പുതിയ വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല സാലറി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത് ചെലവ്. ഈ വർഷം നമ്മൾ പാസ് ചലഞ്ച് എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിന്റെ ബാക്കിയുള്ള കാരണം 1.5 കോടി രൂപയുടെ പണി നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ഇത് ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്തുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പാസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഫണ്ടിലേക്കാണ്. ആ ബിൽഡിങ്ങിന്റെ ഫണ്ടിലേക്കാകുമ്പോൾ നമുക്ക് 20,000 ലിറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 20,000 ലിറ്റർ ഏതാണ്ട് 20 ലക്ഷം 25 ലക്ഷം ചെലവ് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പിന്നെ ഇതിനെ പായസം ചലഞ്ച് നടത്തുന്നത്, ഈ 25 ലക്ഷം റുപ്യ ആ ചലഞ്ചിലേക്ക് എടുത്താൽ പോലെ, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഫണ്ടിൽ എടുത്താൽ പോലെ. നമ്മൾ വെറും പായസം കൊടുക്കുക എന്ന് മാത്രമല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കണം. ഇപ്പൊ അതായത് ഇപ്പൊ പാലിയേറ്റീവുകൾ കേൾക്കണം, പാലിയേറ്റീവ് മഞ്ചേരി തുടങ്ങുമ്പോൾ മഞ്ചേരി മാത്രം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓവർ കേരളയിലൊക്കെ വന്നു. പഞ്ചായത്തിലെ പല 3-4 പാലിയേറ്റീവാണ്. അപ്പൊ ആ മെസ്സേജ് മഞ്ചേരിയിൽ തുടങ്ങിയ സാധനം അതേപോലെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കൊരു സ്ഥലം ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ, ഇന്ന സ്ഥലത്ത് പോയാൽ MPR പോയാൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോയാൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാം. നേരെ കുറച്ച് ഭിന്നശേഷി കൂടി ഞാൻ എവിടെ കൊണ്ടുപോകണം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം, കാരണം എവിടെയാണെങ്കിലും ഒരു തെറാപ്പി കിട്ടും. ഇവിടെ പല സ്ഥലത്തും കൂടുതലാണ് ഫിസിയോതെറാപ്പി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ള തെറാപ്പികളൊന്നും ഇല്ല. അതേപോലെ സാധാരണ കുട്ടിയാണെങ്കിൽ ഈ ഒരു കുട്ടിയെ കൊണ്ട് ഒരു 3 തെറാപ്പി വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച ഒരു ദിവസം ഏതാണ്ട് 300-350 രൂപ ഒരു തെറാപ്പി കൊടുക്കും. അപ്പൊ ഒരു സാധാരണ പേരന്റ് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ കൊണ്ട് ഈ 3 സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് കയറി അടുത്ത ഓട്ടോറിക്ഷ പോകണം, ഏതാണ്ട് 1000 രൂപ വീതം ഒരു ദിവസം ചെലവ് വരും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് 1 മാസം ഇങ്ങനെ പോകും. അപ്പൊ ഇനി ആ വീട്ടിൽ പട്ടിയാവും. കാരണം വീട്ടിലേക്ക് ചെലവിലുണ്ടാക്കി കൊണ്ടുവന്നതും ഈ പേരന്റാണ്. അപ്പൊ ആ പേരന്റ് ഇതിൽ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീട് പറ്റും. അപ്പൊ അത് തെറാപ്പിന്റെ എണ്ണം കൊടുക്കും. അത് കുറച്ച് അവസാനം 1 മാസം 2 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തെറാപ്പി എടുക്കും. ഈ കുട്ടി വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോകും. അപ്പൊ എപ്പോഴാണ് വരുമ്പോൾ കൂടാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു കൊടക്കയിലെ 5 തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ചെലവൊന്നുമില്ല. ഈ ചെലവ് അവിടെ വലിയ ചെലവ് മാത്രമല്ലോ. ഇതിനൊക്കെ പുറമെ ഇപ്പൊ നമ്മുടെ പുതിയ കാരണം നമ്മൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ട് അവിടെ വരുന്ന കുട്ടികൾക്ക് ഈ തെറാപ്പി കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ റിഫ്രഷ്മെന്റ് കൊടുക്കും. അതായത് ഡോക്ടർമാരും ന്യൂട്രീഷനും ഡയറ്റീഷ്യനും ഒക്കെ തന്നെ ആ അനുസരിച്ചായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടികൾ അവിടെ വരുന്ന കാലത്ത് ഇപ്പോൾ 2-3 തെറാപ്പി കുട്ടി ക്ഷീണിച്ച് പോകും. അപ്പൊ ഇങ്ങനെ ഒരു കൂടി കൊടുത്ത് ആ കുട്ടിയെ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു സിസ്റ്റം കൂടെ അതുകൂടി ഞങ്ങൾ സെന്ററിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എന്താ, ഫിനാൻസാണ് വേണ്ടത്. അപ്പൊ നല്ല മനുഷ്യര് ഇപ്പൊ നമുക്ക് മാസത്തിൽ ഡൊണേഷൻ തരുന്നവരുണ്ട്, ഒന്നിച്ച് തരുന്നവരുണ്ട്, അങ്ങനെ പല ഡൊണേഷൻ തരുന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പായസം ചലഞ്ചിലേക്ക് പായസം 1 ലിറ്ററോ 2 ലിറ്ററോ വാങ്ങുന്നത് മാത്രമല്ല, നമുക്ക് എന്ത് ഇതിലേക്ക് നിങ്ങളെ ബന്ധപ്പെട്ടവരുണ്ടാവും, ഡൊണേഷൻ തരാൻ പറ്റുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സംഭാവന തരാൻ പറ്റുന്നവർ നമുക്ക് ഉണ്ടാവും. അപ്പൊ അവരെ ഇത് സമീപിച്ചുകൊണ്ട് ഈ പായസം നിങ്ങൾ മാത്രം വാങ്ങിയ പോലെ നിങ്ങളത് മാക്സിമം ഒരാൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും പായസങ്ങൾ കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ സംഖ്യയാലും ശരി ഇവിടെ നമുക്ക് വെള്ളം ഡൊണേഷനും കാര്യങ്ങളും കൂടി നിങ്ങളത് ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാനുള്ളത്. കാരണം നമുക്ക് ഈ മെസ്സേജുകൾ എത്തിക്കും വേണം. അതിന് പുറമെ നമുക്ക് എങ്ങനെയെങ്കിലും അത് തീർന്ന് നിങ്ങളെല്ലാവരും പ്രധാനോട് തോന്നുക, നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാം. നമുക്ക് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ട ഓർഡറുകൾ സാറിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാറ് ഒന്നിച്ച് കളക്ട് ചെയ്ത് സാറായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പായസം എടുത്തിട്ട് എത്തിച്ചു തരും. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എല്ലാവരും സഹായിക്കുക ഞങ്ങളോട്.
എല്ലാ തരക്കും സഹായിക്കുന്ന താല്പര്യത്തിലൂടെയാണ്